എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടുകട സ്റ്റൈലില് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമുക്കൊക്കെ തട്ടുകടയിലെ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമല്ലേ? അടിപൊളി ടേസ്റ്റാണ് അല്ലേ ആ ചിക്കൻ റോസ്റ്റ്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള സബോള നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഈ സബോള ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഇതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ എടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇത് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കണ്ടപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 35 ചെറിയ ഉള്ളിയാണ് ഇത് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയിട്ടാണ്. നല്ലതുപോലെ ഒന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതുപോലെ നടുവിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് കേട്ടോ അതിലിട്ട് കൊടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊരു ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ടല്ല, അത് കഴുകി നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ, മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായി, മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി. ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഓണിയൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അടിപൊളി തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ റോസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്ലീസ്. താങ്ക്